പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറകളൊന്നും അവിടെ പ്രവർത്തനമല്ല. ബ്ലാക്ക് ബീച്ച് വരെയുള്ള ഏകദേശം 1.5 കിലോമീറ്റർ നീളമുള്ള മിക്ക നടപ്പാതകളിലും രാത്രികാലങ്ങളിൽ ലൈറ്റുകളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഒട്ടുമിക്കവാറും ചില അനിഷ്ട സംഭവങ്ങൾ ഈ മേഖലയിൽ നടന്നു പോകുന്നുണ്ട്. ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ വർക്കലയിലെത്തുന്ന വിനോദസഞ്ചാരികൾ തീരത്തിന്റെയും കുന്നുകളുടെയും മനോഹാരിത തേടിയെത്തുമ്പോൾ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലാണ്. സുരക്ഷയ്ക്കായി ഒരുക്കിയ ക്യാമറകളും ഇവിടെ കണ്ണടച്ചു കഴിഞ്ഞു. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വഴിവിളക്കുകൾ പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ ഏറെയാകുന്നു. അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന പരാതിയാണ് നിലവിലുള്ളത്. സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് ഹൈജീൻ ഈ 3 കാര്യങ്ങളാണ് ടൂറിസം മേഖല എന്നുള്ള രീതിയിൽ അടിയന്തരമായിട്ട് വേണ്ടുന്നത്. വർക്കലയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിച്ച ഏകദേശം DTPCയുടെ 13 ലക്ഷം രൂപ ചെലവാക്കി സ്ഥാപിച്ച മിക്ക ക്യാമറകളും ഏകദേശം 1 വർഷത്തിനകത്ത് തന്നെ പ്രവർത്തനം നിലച്ച അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഒട്ടുമിക്കവാറും ചില അനിഷ്ട സംഭവങ്ങൾ ഈ മേഖലയിൽ നടന്നു പോകുന്നുണ്ട്. വർക്കല ഹെലിപ്പാഡ് മുതൽ തിരുവമ്പാടി ബീച്ച് വരെയുള്ള നടപ്പാതയിൽ നിർമ്മിച്ച വഴിവിളക്കുകൾ നാശത്തിന്റെ വക്കിലായിട്ടും മാസങ്ങൾ ഏറെയായി കഴിഞ്ഞു. ദിനംപ്രതി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് നടപ്പാത ആശ്രയിക്കുന്നത്. വിദേശികളും സ്വദേശികളും ഒരുപോലെ എത്തുന്ന മേഖലയിലാണ് സൗകര്യങ്ങൾ ഇല്ലാതായിട്ടും അധികൃതർ നടപടി കൈക്കൊള്ളാതിരിക്കുന്നത്. രാത്രി 12 മണി കഴിഞ്ഞാൽ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈറ്റുകൾ അണഞ്ഞാൽ കൂരിരുട്ടിലാണ് ഈ പ്രദേശമാകെയുള്ളത്. അതുപോലെ പാവനാശം മുതൽ ബ്ലാക്ക് ബീച്ച് വരെയുള്ള ഏകദേശം 1.5 കിലോമീറ്റർ നീളമുള്ള മിക്ക നടപ്പാതകളിലും രാത്രികാലങ്ങളിൽ ലൈറ്റുകളില്ല. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റ് സഞ്ചരിക്കുന്ന ഒരു മേഖല കൂടെയാണ് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം. അപ്പൊ രാത്രികാലങ്ങളിൽ ലൈറ്റ് ഇല്ലാതെ ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മേഖലയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും ഏകദേശം രാത്രി 1:30 മണിയൊക്കെ കഴിയുന്ന സമയത്ത് ടൂറിസ്റ്റിന്റെ അളവ് കുറയുന്ന സമയത്ത് മിക്ക സമീപത്തുള്ള റെസ്റ്റോറന്റുകളിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ ബീച്ചിന്റെ ഭാഗത്തോട്ട് പമ്പ് ചെയ്ത് കളയുന്ന ഒരു പ്രവണത കുറച്ചു കാലങ്ങളായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 2023 മുതൽ ഈ നടപടിക്കെതിരെ ഈ മിക്ക റെസ്റ്റോറന്റുകളുടെയും ഈ പ്രവർത്തനത്തിനെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും ഒക്കെ പരാതികൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. നാളിതുവരെ യാതൊരു നടപടികളും അവർക്കെതിരെ സ്വീകരിച്ചതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. 13 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച സുരക്ഷയ്ക്കായി നിർമ്മിച്ച സുരക്ഷാ ക്യാമറകൾ നാശത്തിന്റെ വക്കിലായിട്ടും വർഷങ്ങൾ ഏറെ പിന്നിട്ടു. നടപ്പാതയോട് ചേർന്നായിരുന്നു നിരവധി ക്യാമറകൾ സ്ഥാപിച്ചത്. സഞ്ചാരികൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന സാമൂഹ്യ വിരുദ്ധരെയും മോഷ്ടാക്കളെയും നിരീക്ഷിക്കുന്നതിനായിരുന്നു ക്യാമറകൾ സ്ഥാപിച്ചത്. ഇത് പരിപാലിക്കാൻ അധികാരികൾക്ക് കഴിയുന്നില്ല എന്നാണ് പൊതുപ്രവർത്തകരും നാട്ടുകാരും ഇവിടെ എത്തുന്ന സഞ്ചാരികളും ഒരുപോലെ ആക്ഷേപമുന്നയിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറകളൊന്നും അവിടെ പ്രവർത്തനമല്ല. കാരണം പ്രവർത്തനം അല്ലെന്ന് പറയാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഭവമാണ്. ഇതെല്ലാം അവിടുത്തെ കുറെ സാമൂഹ്യ വിരുദ്ധരായിട്ട് കുറച്ച് ആൾക്കാർ ഇതെല്ലാം നശിപ്പിച്ച് കളയുകയാണ്. കാരണം അവരുടെ ആവശ്യം ക്യാമറ ഇല്ലായ്മയാണ്. അപ്പൊ ഈ ക്യാമറ ഉടനെ തന്നെ സ്ഥാപിക്കാനും പുതുതായിട്ട് അതിനെ എന്താണെന്ന് വെച്ചാൽ അതിന്റെ രീതിയിൽ ചെയ്യേണ്ടതാണ്. ക്ലിഫിന് മുകളിൽ പ്രവർത്തിച്ചു വരുന്ന ചില റിസോർട്ടുകളിൽ നിന്നും രാത്രികാലങ്ങളിൽ ടൂറിസ്റ്റുകളുടെ തിരക്കൊഴിയുന്ന സമയത്ത് സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ പൈപ്പുകൾ ഉപയോഗിച്ച് കുന്നിൻ മുകളിൽ നിന്നും തീരത്തേക്ക് ഒഴുക്കിവിടുന്നതായും നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. ഇതിനെതിരെ നിരവധി പരാതികൾ അധികാരികൾക്ക് നൽകിയിട്ടും യാതൊരു നടപടിയും ഇല്ല എന്നാണ് പൊതുപ്രവർത്തകരുടെയും അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെയാണ് അവിടെ മാലിന്യം ഈ ഓരോ റിസോർട്ടുകളിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ ഈ നടപ്പാതെ അടി കൂടെ പൈപ്പ് വഴി ഈ രാത്രി കാലങ്ങളിൽ പമ്പ് ചെയ്തിടുന്ന സ്വഭാവമുണ്ട്. അത് ഇപ്പോഴല്ല, വർഷങ്ങൾ നടന്നിട്ട് സംഭവമാണ്. എല്ലാ റിസോർട്ടുകളിലും ഉണ്ട്. ഇത് ഈ മാലിന്യം രാത്രി കാലം പമ്പ് ഉപയോഗിച്ച് അടിച്ച് ഈ താഴെ കടപ്പുറത്തെ വീടാണ്. ഇത് അവിടെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റും, ഭയങ്കര ദുർഗന്ധമാണ്. ആ ദുർഗന്ധം കാരണം അവിടെ സത്യം പറഞ്ഞാൽ വരുന്ന ആൾക്കാരുടെ മൂക്ക് തന്നെ പോകുന്നത്. ഇത് എത്രയെങ്കിലും വർഷങ്ങളായിട്ട് നടന്നുകൊണ്ട് സംഭവം. ഇത് മുനിസിപ്പാലിറ്റി അടുത്തും മറ്റുള്ള ആൾക്കാർക്കെല്ലാം പറഞ്ഞ് പല ഡിപ്പാർട്ട്മെന്റിലും പറഞ്ഞിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. നടപ്പാതയിൽ സ്ഥാപിച്ചിട്ടുള്ള വഴിവിളക്കുകളും സുരക്ഷയ്ക്കായി നിർമ്മിച്ച ക്യാമറകളും അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിസ്മയ ന്യൂസ്, വർക്കല.